താലി. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. പക്ഷെ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കണ്ട, അവനായി പറയുമ്പോൾ പറയട്ടെ എന്ന് സന്തോഷേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാനും പിന്നെ അതിന്റെ പുറകെ പോയില്ല. ആഴ്ചയിൽ വീട്ടിൽ വന്നിരുന്നവൻ പിന്നീട് ഇതങ്ങ് മാസങ്ങളാക്കിയപ്പോൾ എനിക്കത് സങ്കടമായി തുടങ്ങി. സവിത വിളിച്ചപ്പോൾ ഞാനത് പറഞ്ഞ് കരഞ്ഞതിന് അവൾ അവനെ വിളിച്ച് ശരിക്ക് വഴക്ക് പറഞ്ഞു. അങ്ങനെ ആശാൻ കുറെ സോറിയൊക്കെ പറഞ്ഞ് പിന്നെയും വന്നു തുടങ്ങി. പക്ഷെ അതൊക്കെ അമ്മു ഇല്ലാതിരുന്ന സമയം നോക്കിയായിരുന്നു. ഇത് ഞാനും ഏട്ടനും ശ്രദ്ധിച്ചില്ലെങ്കിലും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഇങ്ങനൊരു കാര്യം അമ്മ എന്നോട് സൂചിച്ചപ്പോൾ ഞാൻ സന്തോഷേട്ടനോട് പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തി അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് എന്താ അപ്പൂട്ടാ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. കണ്ണുകൾ മായയുമായി കുരുക്കാതെ മറ്റെങ്ങോ നോക്കിയായിരുന്നു അവന്റെ പറച്ചിൽ. സത്യമാണോ? എങ്കിൽ പിന്നെ നീ എന്താ അമ്മൂട്ടിയുമായി മിണ്ടാത്തത്? അത് ഞാൻ ഞാൻ വരുമ്പോ പൂച്ചക്കുട്ടി അവിടെങ്ങും കാണില്ലല്ലോ, അതുകൊണ്ടല്ലേ? അത് തന്നെയാണ് എന്റെയും ചോദ്യം. നീ എന്താ മോളുള്ളപ്പോ ഇങ്ങോട്ട് വരാത്തത്? എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? പിണങ്ങാനോ? ഞാൻ പിണങ്ങിയിട്ടില്ല. അവന്റെ മുഖം കുനിഞ്ഞു. അപ്പൊ പിന്നെ അമ്മു ആണോ പിണങ്ങിയത്? അതുകൊണ്ടാണോ നീ ഇപ്പൊ വീട്ടിൽ വരാത്തത്? കുറച്ചു നേരം അവൻ മൗനമായി അവരെ ഒന്ന് നോക്കി. ശരി, നീ പറയണ്ട, ഞാൻ ചോദിച്ചു കൊള്ളാം. വേണ്ട മായമേ, മായമ്മ ആരോടും ചോദിക്കണ്ട. അവന്റെ വെപ്രാളവും പേടിയും കണ്ട് മായ ഭയന്നു. എന്താ അപ്പു, എന്താ പ്രശ്നം? മോന്റെ മായമ്മയോട് കാര്യം പറയുന്നേ. അത് പിന്നെ മായമ്മ. മായമ്മേ, എനിക്ക് എന്റെ പൂച്ചക്കുട്ടിയെ ഒരുപാട് ഇഷ്ടാ. ഐ തിങ്ക് ഐ ലവ് ഹർ. നോ, ഹോണസ്റ്റ്ലി ഐ ഡു. തല താഴ്ത്തിയവൻ മായയുടെ മുന്നിൽ നിന്നു. മോനെ, അത് സത്യം പറഞ്ഞാൽ അവന്റെ തുറന്നുള്ള ഏറ്റുപറച്ചിലിൽ മായ തളർന്നു പോയിരുന്നു. എനിക്കറിയാം മായമ്മേ, ഒരുപക്ഷെ എന്റെ ഈ പ്രായത്തിന്റെ ആകാം. അങ്ങനെ ആലോചിച്ചാണ് ഞാൻ ഈ കഴിഞ്ഞ 6 മാസം അവളെ കാണാതെയും മിണ്ടാതെയും നടന്നത്. പക്ഷേ ഇത് സീരിയസാ. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അവളോടുള്ള ഇഷ്ടം ഭ്രാന്തായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഞാൻ എന്താ ചെയ്യുക? മായയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചവൻ കരഞ്ഞു. അപ്പൂട്ടാ, മോനെ, എടാ. അവന്റെ ആർത്തലച്ചുള്ള കരച്ചിൽ മായ ഭയപ്പെട്ടു. എന്തു പറഞ്ഞവനെ ആശ്വസിപ്പിക്കും എന്നുള്ള വെപ്രാളത്തിൽ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് വാതിൽ നിൽക്കുന്ന സന്തോഷിനെയും അമ്മയുമാണ്. അവരുടെ വിളറി വെളുത്ത മുഖം കാര്യങ്ങളൊക്കെയും അവരും കേട്ടെന്ന് വ്യക്തമാക്കി. പേരെടുത്ത് അവരെ വിളിക്കാൻ തുടങ്ങിയതും സന്തോഷ് അവരെ തടഞ്ഞു. പിന്നെയും വിളിക്കാൻ നാവുയർത്തിയെങ്കിലും കണ്ണുകളാൽ ശാസിച്ച് അവനിലേക്ക് കണ്ണു കാണിച്ചു. മായ തന്റെ കാൽപാദത്തോളം കുനിഞ്ഞിരുന്ന മുഖം പൊത്തി കരയുന്നവനെ അലിവോടെ നോക്കി അവൻ അരികിലേക്ക് പോയിരുന്നു. അപ്പോഴേക്കും സന്തോഷ് അമ്മയും കൂട്ടി ജനലിനരികിലേക്ക് ഒതുങ്ങി നിന്നു. ജനൽ കമ്പികൾക്കിടയിലൂടെ അവനെ ആശ്വസിപ്പിക്കാനായി മായയെ നോക്കി കണ്ണുകളാൽ ആവശ്യപ്പെട്ടു. അപ്പൂട്ടാ, മോനെ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല മായമ്മ, ഇഷ്ടം തോന്നിപ്പോയി, അതുകൊണ്ടാ. പോട്ടെ, അതിന് മായമ്മ മോനോടൊന്നും പറഞ്ഞില്ലല്ലോ. മായമ്മ പറഞ്ഞില്ലെങ്കിലും സന്തോഷങ്ങളെന്ന് തോന്നില്ലേ എനിക്ക് തന്ന സ്വാതന്ത്ര്യം ഞാൻ മിസ്യൂസ് ചെയ്തെന്ന്? മായ അവന്റെ ചോദ്യത്തിൽ സന്തോഷിനെ നോക്കി. ഇപ്പോ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സന്തോഷോ അമ്മയോ അങ്ങോട്ട് വരാതിരുന്നതെന്ന്. മുന്നിലേക്ക് വന്ന് അവനിപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അല്പം പോലും കൂട്ടാൻ സന്തോഷ് ആഗ്രഹിച്ചില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. കുറച്ചു മുന്നേ തോന്നിയ പരിഭവം അവരിൽ അറിയാതെ മാഞ്ഞുപോയി. നിന്നെ അറിയുന്ന ആർക്കും അങ്ങനെയൊന്നും തോന്നുന്നില്ല അപ്പു. നീ കരയാതടാ. ഇല്ല മായമ്മേ, തോന്നും. അതുകൊണ്ടല്ലേ അമ്മൂട്ടി പോലും എനിക്കിപ്പോ മുഖം തരാത്തത്. അമ്മുവിനറിയാമോ? അറിയുമെന്ന് തോന്നുന്നു മായമ്മേ. ലാസ്റ്റ് ടൈം കണ്ടപ്പം നിങ്ങളൊക്കെ എന്നോട് മിണ്ടിയെങ്കിലും അവൾ എന്നോട് ഒരു വാക്ക് പോലും മിണ്ടിയിരുന്നില്ല. ഞാൻ വരുമ്പം എന്റെ അടുത്തുനിന്ന് മാറാതെ നിന്നവൾ ഇത്രയധികം അകൽച്ച കാണിക്കുന്നെങ്കിൽ അവൾക്കെന്നെ ഇഷ്ടമല്ലായിരിക്കും, അല്ലേ മായമ്മേ? അവന്റെ കണ്ണുകൾ പിന്നെയും എന്തൊക്കെയോ ആലോചിച്ച് നിറഞ്ഞൊഴുകി. അങ്ങനെയൊന്നും ആകില്ല അപ്പു, നീ ഈ കരച്ചിൽ നിർത്തിക്കോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മുന് എന്നെ ഇഷ്ടമല്ലായിരിക്കും മായമ്മേ. അവന്റെ ചുണ്ടിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനെ, അതിന് നീ അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നിന്റെ ഊഹാപോഹങ്ങളല്ലേ. ആദ്യം നിന്റെ അമ്മൂട്ടി ഒന്ന് വളരട്ടടാ. ശരിയും തെറ്റും അവൾക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന സമയമൊന്നായാൽ നിന്റെ ഈ മായമ തന്നെ അവളോടുള്ള നിന്റെ ഇഷ്ടം പറയാം. അന്ന് മോൾക്കും നിന്നോട് ഈ പറയുന്ന ഇഷ്ടമുണ്ടെങ്കിൽ ഈ മായമ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരും. പോരെ? അവന്റെ മുഖത്ത് നോക്കി അത് ചോദിക്കുന്നതിനൊപ്പം കണ്ണുകൾ അനുവാദം ചോദിക്കും പോലെ സന്തോഷിലേക്ക് നീങ്ങി.
അയാളും അമ്മയും അത് കണ്ണടച്ച് ശരിവെക്കുന്ന പോലെ അവരെ നോക്കി. അപ്പോഴേക്കും അവൾക്കുള്ളിൽ വേറെ ആരെങ്കിലും കടന്നു വന്നാലോ മായമ്മേ? ആശങ്ക നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ ചോദ്യം പിന്നാലെ എത്തി. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അപ്പോ? നിസ്സഹായ പോലെ അങ്ങനെ പറയാനേ ആ നേരത്ത് അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെയും കുറെ നേരം കുറെ പരാതിയും പരിഭവവുമായി അവൻ അങ്ങനെ ഇരുന്നു. അവസാനം ഒരുവിധം അവനെ സമാധാനിപ്പിച്ച് തന്നെയാണ് പറഞ്ഞു വിട്ടത്. എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായി മായ? അവൻ പോയി കഴിഞ്ഞിട്ടും ഞങ്ങൾ മൂന്നുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. മോളോട് എന്തായാലും ചാടിക്കേറി ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കേണ്ടെന്ന് അവരെന്നെ വിലക്കിയിരുന്നു. കാരണം എല്ലാ കുഞ്ഞു കുഞ്ഞു സംഗതികൾ പോലും അവള് സന്തോഷേട്ടനുമായി പങ്കുവെക്കുന്ന കൂട്ടത്തിലാ. അവള് ഇങ്ങനെ ഒരു കാര്യം ഏട്ടനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ മോൾ ഇതൊന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളായിട്ട് കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഒന്നും കൊണ്ടിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞാണ് എന്നെ അവർ തടഞ്ഞത്. ആ അത് സത്യം. ആ സമയം കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഓണം. സവിതയും കുടുംബവും അപ്പുറത്ത് നിന്ന് അനിയനും നിർമ്മലയും ഒക്കെയായി എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു 2-3 ദിവസം മുന്നേ മുതൽ. അവസാനം തിരുവോണം അച്ഛൻ വീട്ടിൽ കൂടി വൈകിട്ടോടെ അപ്പവും കുടുംബവും കൂടി ഇവിടെ എത്തിയതോടെ ആകെ ബഹളം തുടങ്ങി. തിരുവോണത്തിന് പിറ്റേന്നായിരുന്നു അമ്മുവിന്റെ ജന്മദിനം. അന്നല്ലെങ്കിൽ തന്നെ വലിയ ആഘോഷമാണ്. ആ വർഷം അത് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരുന്നു. എന്ത് സ്പെഷ്യൽ? അന്ന് അമ്മുവിന് 18 തികയായിരുന്നു. അന്ന് വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ആഘോഷം നടക്കുന്നതിനിടയിൽ എപ്പോഴോ അപ്പു അവന്റെ മനസ്സിലെ ആഗ്രഹം അമ്മുവിനോട് പറഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ട് സതിയുടെ കണ്ണുകൾ ആകാംക്ഷയിൽ വിടർന്നു. കൃത്യമായിട്ട് ഒന്നും അറിയില്ല സതി ചേച്ചി. അടുക്കളയിൽ നിന്ന് എന്നെ ആരോ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഭയന്നുപോയി. പേടിച്ച് തിരിഞ്ഞു നോക്കാൻ നിന്നപ്പോഴേക്കും തോളിൽ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിരുന്നു. എന്നെ ചുറ്റിപ്പിടിച്ചിരുന്ന കയ്യിൽ മുന്നിലേക്ക് വലിച്ചു നിർത്തിയപ്പോ അപ്പുവോ? എന്നിട്ടെന്താ? കൂടുതലൊന്നും പറഞ്ഞില്ല. മനസ്സിലുള്ള ഇഷ്ടം ഏതോ ഒരു മൊമെന്റിൽ അമ്മുവിനെ അറിയിച്ചെന്നും അത് കേട്ടിട്ട് അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി നിന്നെന്നും പറഞ്ഞു. അവളുടെ കണ്ണുനീരിന് തന്നോടുള്ള ഇഷ്ടക്കേടായിട്ടാണ് അവന് മനസ്സിലായത്. അന്ന് കരഞ്ഞുകൊണ്ട് എന്റെ അരികിൽ നിന്നും പോയവൻ പിന്നെ ഇന്നലെയാണ് നാട്ടിലേക്ക് വരുന്നത്. മായ ഒന്ന് നെടുവീർപ്പെട്ടു. അപ്പോ മോളോടൊന്നും ചോദിച്ചില്ലേ? ചോദിക്കും മുന്നേ അവൾ ഞങ്ങളെ തേടി വന്നിരുന്നു. ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാനായിട്ട് വന്ന് പറയാമെന്ന് മാത്രം പറഞ്ഞു നിർത്തി. എന്നിട്ടെന്താ? അതിനുശേഷം ഇന്ന് വരെ അവളുടെ നാവിൽ നിന്നും അപ്പൂന്നൊരു വാക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അപ്പോ നിങ്ങളും ചോദിച്ചിട്ടില്ലേ? ഇല്ലെന്നവർ തലയാട്ടി. അപ്പുവേട്ടാ, കഷ്ടമുണ്ട്. എത്ര നേരമായി ഇയാളുടെ ലവ് സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഞാൻ പുറകെ നടക്കുക. മനുഷ്യരായ ഇത്രയും ജാടയൊന്നും പാടില്ല കേട്ടോ. അതെ, ഞാൻ നിങ്ങളുടെ പ്രേമകഥ തന്നെയല്ലേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ 2 കിഡ്നിയൊന്നും ചോദിച്ചില്ലല്ലോ. ദേഷ്യം വന്ന പോലെ സഹ്യ അവനെ പിടിച്ചു നിർത്തി മുന്നിൽ കയറി വന്നു നിന്ന് ചോദിച്ചു. കിഡ്നി ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങ് തരത്തില്ലേ ചക്കരെ. ഇതിപ്പോ നിനക്കെന്റെ ഹൃദയമല്ലേ മോളെ അറിയേണ്ടത്. അപ്പു അവളുടെ കവിളിലും തോണ്ടി മുന്നിലേക്ക് കടന്നു. ദേ അപ്പുവേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. വന്നോട്ടെ, എന്നാലും എന്റെ ഹൃദയം ഞാൻ ആരുടെയും മുന്നിൽ തുറക്കില്ല മോളെ. ആരുടെ മുന്നിൽ തുറക്കില്ല? തുറക്കും, എന്റെ പൂച്ചക്കുട്ടിയുടെ മുന്നിൽ മാത്രം. അല്ലാതെ ആർക്കു മുന്നിലും ആരും തന്റെ പ്രണയം ഒരു വാക്ക് പോലും പങ്കിടില്ല. അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി പിറകിലേക്ക് നടക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ അവൾക്കായി മൂളുന്നുണ്ടായിരുന്നു. എപ്പോഴും അവളെ ഒരുപാട് ആഗ്രഹിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യിക്കുന്ന ആ പാട്ടുമായി. കുഞ്ഞു പാട്ടാണ്. അടുത്ത പാട്ട് മുതൽ വലിയ പാട്ട് തരാമേ. അപ്പോൾ കഥയുടെ ബാക്കി അറിയാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക കേട്ടോ. നന്ദി.